ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഓണാശംസകൾ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് താങ്ക്സ് എ ലോട്ട്. തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുറച്ച് ഓണവിഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഓൾറെഡി തയ്യാറാക്കി ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഓണവിഭവങ്ങൾ ഞാൻ തയ്യാറാക്കി കാണിക്കുകയാണ്. ആദ്യമായിട്ട് കാണിക്കുന്നത് പുളി ഇഞ്ചി. നമുക്ക് ഏകദേശം ഇവിടെ 1.5 കപ്പ് 200 ഗ്രാം പുളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരികയാണ്. നിങ്ങൾക്കിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ കുറച്ച് നീളത്തിലും കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഞാൻ പുളിയെടുത്തിട്ടുണ്ട്. അത് 2 കപ്പ് ചൂടുവെള്ളം ഉപയോഗിച്ച് കുതിർക്കാൻ വെച്ചിരിക്കുകയാണ്. ആദ്യമായി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 5-10 മിനിറ്റ് വേണ്ടി വരും ഇത് ഫ്രൈ ചെയ്ത് വരാൻ. നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും പുളി ഇഞ്ചി എന്ന് പറയുന്ന കറി. ഇവിടെ ഞാൻ 2 പച്ചമുളക് കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില. ഇഞ്ചി ഒന്ന് നല്ലവണ്ണം ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷമാണ് ഉള്ളിയും അതേപോലെ പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുത്തത്. പുളിയിഞ്ചി ഉണ്ടാക്കാൻ ഇതുവരെ അറിയാത്തവർക്കിത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വന്ന ഇഞ്ചിയും ഉള്ളിയും എല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ പുളിയിഞ്ചി തയ്യാറാക്കേണ്ടത്. നമ്മൾ പുളിവെള്ളം ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ തിളക്കുന്ന എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. 2-3 ഉണക്കമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1-1.5 നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച്. ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി അധികമാവാൻ പാടില്ല. ഒരു കയപ്പ് രസം നമുക്ക് കിട്ടുന്നതായിരിക്കും ഉലുവാപ്പൊടി അധികമായാൽ. ഒരു 1/2 ടീസ്പൂൺ കായവും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് പുളിവെള്ളം നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യാം. നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പുളിവെള്ളത്തിലൊന്ന് വഴറ്റിയെടുക്കാം. ബാക്കിയുള്ള പുളിവെള്ളം കൂടി ഇപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ കയ്യിൽ ഒരു കട്ടി സോഫ്റ്റായിട്ടുള്ള പുളിയല്ല ഉള്ളതെങ്കിൽ തിളക്കുന്ന വെള്ളം വെച്ച് നിങ്ങൾ കുതിർത്ത് വെച്ച് വേണം വെള്ളം പിഴിഞ്ഞെടുക്കാൻ. നമുക്കിപ്പോൾ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 3 വലിയ പീസ് ശർക്കര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 5 ടേബിൾ സ്പൂൺ ശർക്കര നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് കുറുകുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ശർക്കര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കറി ഏകദേശം പാകമാകുമ്പോൾ മധുരക്കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് ടോട്ടൽ 3 വലിയ പീസാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരുന്നത്. അതായത് ഏകദേശം 5-6 ടേബിൾ സ്പൂൺ ശർക്കര. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് എല്ലാവരും ഈ വർഷത്തെ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.